വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരും. കാലവർഷക്കാറ്റ് ശക്തമായതാണ് മഴയ്ക്ക് കാരണം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട്. വിവരങ്ങളുമായി ഗോകുൽനാഥ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ മഴ ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ നമ്മുടെ മഴയുടെ ഒരു ജാഗ്രതാ നിർദ്ദേശവും മഴയുടെ ഒരു അവസ്ഥയും എങ്ങനെയുണ്ട്? തിരുവനന്തപുരം ജില്ലയിൽ ചെറിയ രീതിയിൽ രാത്രി മഴ പെയ്ത് ഒഴുകിക്കഴിഞ്ഞാൽ ഇന്നിപ്പം പുലർച്ചെ മഴ ശക്തമായിട്ട് നിലവിൽ നിൽക്കുന്നില്ല. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ജില്ലയിലുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതായത് മലയോര മേഖലകളിലും ഒപ്പം തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം അടക്കമുണ്ട്. കനത്ത കാറ്റോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുമുണ്ട്. എന്തായാലും കാലവർഷം കനക്കുകയാണ്. അപ്പം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകൾക്ക് ബാക്കിയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഗ്രീൻ അലർട്ടിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലവുമാണ് നിലവിലുള്ളത്. എന്തായാലും മഴ കൂടുതൽ ശക്തമാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത മഴ മാത്രമാണ് ഇത്തിരി ശക്തമായി പെയ്തത്. ബാക്കി നിലവിൽ രാവിലെയൊക്കെ തന്നെ ചെറിയ ചാറ്റൽ മഴയിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഗോകുൽ, ഈ മഴ ജാഗ്രതയെ കുറിച്ച് പറയുമ്പോൾ കാലവർഷം ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും? കാരണം കാലവർഷത്തിന്റെയും വേനൽ മഴയുടെയും ഒക്കെ വരവും പോക്കും ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന രീതിയിലേ അല്ല. അതുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം കാലവർഷത്തിന്റെ ഒരു അവസ്ഥ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൻ്റെയോ അല്ലെങ്കിൽ കണക്ക് കൂട്ടാവുന്നതിൻ്റെയോ ഒക്കെ അപ്പുറത്തേക്കാണ് കാലാവസ്ഥയുടെ ഒരു പോക്ക്. കാരണം പല ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ടിൽ നിന്ന് യെല്ലോയിലേക്കും അതിൽ നിന്ന് താഴെ ഗ്രീനിലേക്കും ഒക്കെ വരാൻ വളരെ പെട്ടെന്നുള്ള ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം അത്രത്തോളം തന്നെ എന്താ പറയുക, കണക്കൂട്ടലിന് ഒക്കെ അതീതമാണ് നിലവിൽ ഈ കണക്കുകൾ, മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കുകളൊക്കെ വരുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഗ്രീൻ അലർട്ടിൽ നിന്ന് യെല്ലോയിലേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ട. കാരണം കാലവർഷക്കാറ്റ് ശക്തമാകുന്നതിനനുസരിച്ച് തന്നെ മറിയുന്നുണ്ട് സാഹചര്യം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് നിലവിലുള്ള ഓറഞ്ച് അലർട്ടിൽ നിന്ന് മാറാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ഗ്രീനിലേക്ക് വരും എന്നുള്ളതാണ് കണക്ക് കൂട്ടലായിട്ടുള്ളത്. ഏതായാലും നമുക്ക് ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കാം ഗോകുൽ. അപ്പോൾ മഴയിലൊക്കെ ശ്രദ്ധയോടെ ഇരിക്കുക. ഗോകുലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോകുലിന്.